ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചന്മാരെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ FFലേക്ക് നമ്മുടെ ത്രോൺ ഇമോട്ടീസ് റിട്ടേൺ ആയിട്ട് വരാൻ പോവാണ്. നല്ലൊരു അപ്ഡേറ്റ് ആണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ FFൽ കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ഐറ്റം തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ടൈപ്പ് ആയ ഒരു ബണ്ടിൽ. അപ്പോൾ അത് വരാവുന്ന ഇവൻറ്റിനെ കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ പാരഡോസ് ബണ്ടിനെ കുറിച്ച് കുറേ നാളായിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഫാമിലിപ്പെട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് റിട്ടേൺ ആയിട്ട് വരാമെന്നും നമുക്ക് എന്തായാലും വീഡിയോ ആയി നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ FFൽ ഓൾഡ് ആയാലും കുറച്ച് ഇൻക്യൂബേറ്റർ ബണ്ടിൽ റിട്ടേൺ ആയിട്ട് വരാൻ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡമായിട്ടും കുറേ അധികം അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കഴിഞ്ഞ വീഡിയോ നിന്ന് പിക്കില്ല ടോപ്പ് ആയ കുറച്ച് കമൻറ്റുകൾക്കുള്ള ആൻസറും ഈ വീഡിയോ ആയി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ കുറച്ച് ഡൗൺ ആണ്, എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ സെക്കൻഡ് ചാനൽ മലയാളി ബ്രോ ഒറിജിൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ നമ്മുടെ ന്യൂ ആയിട്ട് വരുന്ന റൂൾസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലാണ് വീഡിയോ പോസ്റ്റ് ഉള്ളത്, കാണേണ്ടവർക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ റെഡിയും കോഡും കാലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ചാനലും ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ കഴിഞ്ഞ 1-ാം തീയതി അപ്പോൾ ഇന്നലെ നമ്മുടെ FFൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള പാരഫലിൻ്റെ ഒരു കിഡിലനാല ഗൺസ്കിൻ്റെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ഇവൻറ്റ് വരാൻ പോകുന്ന കൂട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവൻറ്റ് വരെ നമുക്ക് പാരഫിലെ ഗൺസ്കിൻ എടുക്കാണ്ട് നമ്മൾ ചെയ്യേണ്ട കാരണം എന്നൊക്കെ ടോട്ടലായിട്ട് CS റാങ്ക്ഡ് മാച്ച് ഒരു 15 വട്ടം പ്ലേ ചെയ്യുക. 15 വട്ടം CS റാങ്ക്ഡ് പ്ലേ ചെയ്യുക. ആ ടൈമിൽ നമുക്കൊരു 50 ദിവസം ട്രെയിലായിട്ടുള്ള നമ്മുടെ പാരഫിൻ്റെ സ്കിന്നി നമുക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗൺ സ്കിൻ നമുക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ആട്രിബ്യൂട്ട് നോക്കണം, നല്ലൊരു ആട്രിബ്യൂട്ട് തന്നെ കേട്ടോ. സിംഗിൾ ഡാമേജ് അതുപോലെ തന്നെ ഡബിൾ അക്രോസി ഉള്ളത് നല്ലൊരു ആട്രിബ്യൂട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഗൺ സ്കിന്നെ ഇല്ലാത്തവർക്ക് എന്തായാലും ഇത് വെർത്ത് തന്നെ. കാരണം പാരഫിൽ നല്ലൊരു ഗൺ തന്നെയാണ്. നെക്സ്റ്റ് ആയിട്ട് രണ്ടാമത്തെ 50 ഡേയ്സിൻ്റെ ഒരു ഗൺ എടുക്കാണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണ്. BR റാങ്ക്ഡ് മാച്ച് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു 50 മിനിറ്റ് ടോട്ടലായിട്ട് പ്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കി രണ്ടും പാടെ ഫസ്റ്റ് നമുക്കൊരു 50 ദിവസം കിട്ടിയല്ലോ, സെക്കൻഡായിട്ട് വീണ്ടും നമുക്കൊരു 50 ദിവസം കിട്ടുന്ന ടൈമിൽ 100 ദിവസം ടോട്ടലായിട്ട് ആവും. അപ്പോൾ അങ്ങനെ 100 ദിവസം ആവുന്ന ടൈമിൽ നമ്മുടെ ഫ്രീ ഫയർ സിസ്റ്റം വെച്ച് നമുക്ക് 100 ഡേയ്സ് ആവുന്ന ടൈമിൽ പെർമനൻ്റ് ആയിട്ട് എല്ലാ ഐറ്റംസും കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഈ ഗൺ സ്കിന് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ആവട്ടെ. അത്ര തന്നെ ഉള്ളൂ, അധികമൊന്നും പറയില്ല. അപ്പോൾ എന്തായാലും 2 ദിവസത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഗൺ സ്കിൻ എടുക്കാൻ നോക്കുക. 250 എടുക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ അവസ്ഥയാവും. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പാരഡോസിൻ്റെ ബണ്ടിൽ നമ്മളെ FFൽ കുറച്ച് സെർവറിൽ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ FFൽ നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്കും ഉടൻ തന്നെ നമുക്ക് പാരഡോസിൻ്റെ ഇവോ ബണ്ടിലൊക്കെ റിട്ടേൺ ആയിട്ട് വരാം. ഹൈലി ചാൻസ് ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. നല്ലൊരു ബണ്ടിലാണ് കേട്ടോ, നല്ല കിഡിലനാല ബണ്ടിലാണ്. അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ട് വരാണ് മാക്സിമം. അത് നമുക്ക് നമ്മുടെ ടോക്കൺ ടവർ വിലോടെ തന്നെ വരാനാണ് ചാൻസ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പാരഡോസ് ബണ്ടിൽ റിട്ടേൺ ആവുന്ന ഭാഗമായിട്ട് അതിൻ്റെ ഹൈപ്പർ ബുക്കിൽ വല്ല ഐറ്റംസും റിട്ടേൺ ആയിട്ട് വരുമെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ലിസ്റ്റിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള മറ്റൊരായിട്ട് നോക്കുക നമ്മളെ സ്കൈ ഡൈവ് സ്കിൻ കേട്ടോ. നമ്മൾ ഈ ഔറ ടൈപ്പ് ആയാലും സ്കൈവിങ് സ്കിൻ ഉണ്ടല്ലോ, എൻ്റെ മോനെ സീനായിട്ടാണ് നമ്മളെ ഫ്രീ ഫയർ വന്നുള്ള ഒരു ബെസ്റ്റ് ആലൈസ് ഒരു സ്കൈ ഡൈവ് സ്കിൻ ഞാൻ പറയട്ടോ. കിഡിലായിട്ടാണ്, എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ അത് നമുക്ക് റിട്ടേൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോൾ വരുന്ന വെച്ചാൽ നമുക്ക് ഈ ആഗസ്റ്റ് ടു സെപ്റ്റംബർ മാസത്തിനുള്ളിൽ വരാനാണ് ചാൻസ്, ഹൈലി ചാൻസ് കാണുന്നു കേട്ടോ. എന്തായാലും വരും ദിവസം തന്നെ ഇതിനെക്കുറിച്ച് നല്ലൊരു അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. കിട്ടിയ ശേഷം എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ FFലേക്ക് ഓൾഡ് ആല ഇൻക്യൂബേറ്റർ ബണ്ടിൽസ് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന നമ്മൾ റാപ്പർ തീമിലായ ബണ്ടിൽസ് ആട്ടോ. ഗോൾഡൻ റാപ്പർ ബണ്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രീ ഫയർ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പൊക്കെ റിട്ടേൺ ആയിട്ട് വന്ന ടൈമിൽ, ഏകദേശം എനിക്ക് തോന്നുന്നു 2021 ടൈമിലാണ് തോന്നുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് വന്ന ടൈമിൽ ഓൾഡ് പ്ലേയേഴ്സിന് അറിയിക്കാരം നല്ലൊരു കിഡിലനാല ബഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവൻറ്റിൽ എത്ര ഡയമണ്ട് സ്പെൻഡ് ചെയ്യുന്നു അതിൽ ഇരട്ടിയിലോളം ഡയമണ്ട് നമ്മൾ അക്കൗണ്ടിൽ തന്നെ കയറുന്നതിന് മെത്തേഡ് കിട്ടും. അപ്പോൾ എത്രത്തോളം കിഡിലനാലായിട്ട് നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ ബഗ്ഗും കാലമായിട്ടുള്ള ഈ വീഡിയോ ക്ലിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കണ്ടന്റിലേക്ക് തന്നെ വരാം. അപ്പോൾ അവസാനം നമ്മളെ റാപ്പർ ബണ്ടിലൊക്കെ തിരിച്ച് എത്താൻ പോകണം. കിഡില അതിൽ ആ ഇൻക്യൂബേറ്ററിലുള്ള എല്ലാ ബണ്ടിലും നമുക്ക് FFൽ റിട്ടേൺ ആയിട്ട് വരും. SN സെക്ഷനിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവസാനത്ത് വരാൻ പോകുന്ന ടൈം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ മന്തിലാട്ടോ. ഒരു പക്ഷെ നമുക്ക് ഈ മന്ത് സംഭവിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് ബണ്ടിലെ കുറിച്ച് കുറേ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നോക്കുകയാണ് റഷ് ബോർഡ് ഇവൻറ്റ് 28 ഡേയ്സ് ഇനിയും ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ റഷ് ബോർഡ് ഇവൻറ്റിലൂടെ
തന്നെയാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ നമ്മുടെ FF കൊണ്ടുവരാൻ പോകുന്നതാണ്. ലീക്കേഴ്സിൻ്റെ സൈഡിൽ ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ ബണ്ടിൽ എടുക്കാറ് കുറച്ച് ടാസ്ക് ആയിട്ട് മാറും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡയമണ്ട് പൊട്ടിക്കേണ്ടി ലെക്കിലെ പ്ലേസിനാണെങ്കിൽ വളരെ കുറച്ച് ഡയമണ്ട് ഉള്ളിൽ തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട്. ആകെ അവസ്ഥയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ തീമിൽപ്പെട്ട ഗൺ സ്കിൻ ആയിക്കോട്ടെ, അതുണ്ടെങ്കിൽ അതിൻ്റെ തീമിലായിട്ടുള്ള ഒരു ചെരുപ്പും പിന്നെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. ചിക്ക് സ്കിൻ അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു റഷ് ബോർഡ് ഇവൻ്റ് നമ്മുടെ FF നമുക്ക് സെപ്റ്റംബർ മന്തിൽ. അപ്പോൾ എന്തായാലും ഈ ആഗസ്റ്റ് മന്ത് ഫുള്ള് എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ റഷ് ബോർഡ് ഇവൻ്റ് ഒക്കെ കാണാൻ പറ്റുക. അപ്പോൾ അത് ഇന്ത്യ ശേഷം നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ബണ്ടിൽ തീമിലുള്ള റഷ് ബോർഡ് ഇവൻ്റ് നമ്മൾ FF സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പോസിബിൾ ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് അല്ല സെപ്റ്റംബർ മന്ത് ഫസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ മെയിൻ ആയ കണ്ടന്റ് ആട്ടോ. അപ്പം മച്ചാന്മാരെ നമ്മൾ FF അവസാനമായിട്ട് നമ്മൾ ത്രോൺ ഇമോട്ട് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ട് വന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ത്രോൺ ഇമോട്ട് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഇമോട്ട് റോയിലൂടെ തന്നെയാണെന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കൺഫർമേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 4000 ഡയമണ്ട് ഉള്ളിൽ തന്നെ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 ഗ്രാൻഡ് പ്രൈസ് ഒക്കെ ഉണ്ടാവും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. ഗ്രാൻഡ് പ്രൈസ് കുറവാണെങ്കിൽ നമുക്ക് അത്ര അധികം ഡയമണ്ട് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും ത്രോൺ ഇമോട്ട് അതുപോലെ നമ്മൾ FFWസിൻ്റെ നമ്മളെ വെക്ചറിൻ്റെ ആയിട്ടുള്ള ആ ഗണ്ണുണ്ടല്ലോ, ഗണ്ണിൻ്റെ റിമോട്ട്, അപ്പോൾ അത് രണ്ടും പാട് വരാനാണ് ഹൈലി ചാൻസ് ഉള്ളത് കേട്ടോ, മാക്സിമം ചാൻസ് ഉള്ളത്. അപ്പോൾ അത് തന്നെ റിട്ടേൺ ആയിട്ട് വരാവുന്ന ടൈം നോക്കുകയാണെങ്കിൽ നമ്മൾ FFWC ഇവൻ്റെ ഭാഗമായിട്ടാട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ FFWC ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് നവംബർ മന്തിലാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നവംബർ മന്തിൽ തന്നെ നമുക്ക് ഈ ത്രോൺ ഇമോട്ട് വരാനാണ് സാധ്യത കാണുന്നത് കേട്ടോ. എന്തായാലും വരും ദിവസം തന്നെ ഇതിനെക്കുറിച്ചുള്ള കൺഫേം ആയ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴിഞ്ഞ വീഡിയോ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസർ നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രദർ, അപ്പോൾ ഈ ബ്രദർ മാത്രമല്ല കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് കാണുന്ന ടൈമിൽ തന്നെ ആകെ ഷോക്കായിട്ട് തോന്നുകയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ FFWസിൻ്റെ ബണ്ടിൽ ഇട്ട് വരുമെന്ന് വെച്ചിട്ടാണ് കുറേ കമൻറ്റ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിക്കോട്ടെ അതിൻ്റെ മുകളിലത്തെ വീഡിയോയിലായിക്കോട്ടെ 2 ചാനൽ എത്ര വട്ടമാണ് FFWC ബണ്ടിലിനെ കുറിച്ച് റിട്ടേൺ വരാൻ പോകുന്ന കൂട്ടം ഞാൻ എത്ര വട്ടം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയിക്കുന്ന കുറേ വട്ടം അതിന് റിപ്ലൈ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് മടുത്തു ഗീസ്. അപ്പോൾ റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തത്തിന് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ മുകളിലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ അതിലൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്രദർ കമൻറ്റ് ഉള്ളത് നമ്മൾ FFലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന മിസ്റ്ററി ഷോപ്പിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ FFലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന മിസ്റ്ററി ഷോപ്പിൻ്റെ തന്നെയാണ് 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോസ് നെക്സ്റ്റ് ദിവസം. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ സെക്കൻഡ് ചാനൽ വരും കേട്ടോ. വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ള ഡീറ്റെയിൽ പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന ഇവന്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ചോ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കമൻറ്റും കാര്യമൊക്കെ മാക്സിമം ഞാൻ പിക്ക് ചെയ്തുകൊണ്ട് അതിനൊക്കെ ഇതേപോലെ തന്നെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം സേഫ് ആവും നോക്കുക കേട്ടോ. വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അധികം പോക്ക് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതൊക്കെ ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.